എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുള്ള പ്രിയാൻ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. നമ്മൾ ഇന്നലെ പ്രിയാൻ പോസ്റ്റ് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, മാർക്കറ്റ് ഇന്ന് സൈഡ് വേസ് ആയിരിക്കും. ഈ ഒരു സൈഡ്, അതായത് ഈ ഒരു ഹയറിലോ ഈ ഒരു സർട്ടൻ റേഞ്ചിൽ കിടന്നായിരിക്കും ഇത് കളിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ്പിൽ ഒന്നിലും തന്നെ നമുക്ക് ട്രേഡ് കാണുകയില്ല. ഇതായിരുന്നു നമ്മളുടെ ഇന്നലത്തെ കൺക്ലൂഷൻ. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വന്നു. അപ്പോൾ നമ്മൾ ചെയ്തില്ല, പക്ഷേ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങളാണെങ്കിലും ഏതൊരു ട്രേഡ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു വ്യൂ ഉണ്ടായിരിക്കണം. അടുത്ത ദിവസം ഞാൻ ഇന്ന രീതിയിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്, എന്നാൽ മാത്രമായിരിക്കണം അതിലേക്ക് നിങ്ങൾ ജമ്പ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഈ ഒരു സർട്ടൻ റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പം നാളെ നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം? ഈ ഒരു സർട്ടൻ ലെവൽ ഉണ്ടല്ലോ, 25,300, ഇപ്പം നിൽക്കുന്നത് 25,238, 25,238 കറന്റ് നിൽക്കുന്നത്. ഇനി എപ്പോഴാണോ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത്, ഞാനൊരു പ്യുവർ ഡയറക്ഷണൽ ട്രേഡറാണ്. അപ്പം ഇനി എപ്പോഴാണോ ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഒരു 25,500 റേഞ്ചിലേക്ക് നമുക്ക് നോക്കാം ടാർഗറ്റ് ആയിട്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്. ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ, സോ ഡോണ്ട് മിസ് ഇറ്റ്. ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം. അപ്പം നമ്മൾ ബാങ്കിലേക്ക് വരികയാണെങ്കിൽ സെയിം സിറ്റുവേഷൻ, ഈ ഒരു സർട്ടൻ റേഞ്ചിൽ കടന്നത് പുഷ് ചെയ്ത് ഇത് കളിച്ചു കണ്ടോ, നല്ല രീതിയിൽ സൈഡ് വേസ് ചെയ്തു. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് നിഫ്റ്റി ബാങ്കിൽ ഒരു വേറൊരു ഗെയിം പ്ലേ ചെയ്യാം. 56,650 മുകളിൽ വരികയാണെങ്കിൽ 56,850, ഒരു 200 പോയിന്റ് സ്പോട്ടിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 200 പോയിന്റ് നമുക്ക് സ്പോട്ടിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതേസമയം ഫിൻ നിഫ്റ്റിയിലോട്ട് പോവുകയാണെങ്കിൽ സെയിം സിറ്റുവേഷൻ ഇല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൺസോളിഡേറ്റ് ചെയ്ത റേഞ്ചിനെ എപ്പോഴാണോ നാളെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ നോക്കാം. ഇച്ചിരി സ്ട്രോങ് ബുള്ളിഷ് ആകാൻ സാധിക്കുന്നത് 26,960 എബോവ് വരുന്ന ടൈമിൽ നമുക്ക് നല്ല സ്ട്രോങ് ബുള്ളിഷ് ആകാം. ATM എടുക്കുക. എല്ലാവരുടെയും പ്രശ്നമാണ് ഏത് സ്ട്രൈക്ക് പ്രൈസ് എടുക്കണം എന്നുള്ളത്. ATM ആണ് ഏറ്റവും ആസ് എ ബിഗിനർ ആൻഡ് നിങ്ങളിപ്പോൾ നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റിൽ അല്ല നിൽക്കുന്നത് ട്രേഡിങ്ങിൽ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇങ്ങനെ തന്നെ ആയിരിക്കണം എടുക്കുന്നത്. ATM ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോഫിറ്റ് ആയിരുന്നോ അതോ ലോസ് ആയിരുന്നോ? എനിക്കൊരു ന്യൂട്രൽ രീതിയിൽ പറയാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഇത് ഞാൻ പൊസിഷൻ കാണിക്കാൻ വന്നത്, കഴിഞ്ഞൊരു ദിവസം നമ്മൾ സ്വിഗ്ഗി എടുത്തിട്ടുണ്ടായിരുന്നു. അത് 4% പ്രോഫിറ്റിലാണ് ഇപ്പോൾ നമുക്ക് സ്വിഗ്ഗി നിൽക്കുന്നത്. ഓവറോൾ കുഴപ്പമില്ല. ഓവറോൾ നമുക്ക് 6% നമ്മുടെ ഈ ഒരു മിനി പോർട്ട്ഫോളിയോ കറന്റ് റണ്ണിങ്ങിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മഹീന്ദ്രയും അദാനി എന്റർപ്രൈസസുമാണ് ഹോൾഡ് ചെയ്തത്. അത് രണ്ടും പ്രോഫിറ്റിലാണ്. ഇന്ന് എടുത്തിട്ടുള്ള CSDL, ജിയോഫിൻ, JSWC ആൻഡ് വിപ്രോ കുറച്ച് പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ തന്നെ നമുക്ക് വിപ്രോയും JSWയും കുഴപ്പമില്ല, എനിക്ക് കോൺഫിഡൻ്റ് ആണ്. ജിയോഫിൻ ആൻഡ് CDSL കുറച്ച് പ്രശ്നത്തിൽ നിൽക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലാന്ന്. ഈവൻ അത് രണ്ടും ലോസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ബാക്കിയുള്ള 4 നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അത് ജൂലൈ എക്സ്പയറി ആണ്. ഇനി ഒരു മാസത്തിന് മുകളിൽ നമുക്ക് ടൈമുണ്ട്. ഇന്ന് 25 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് 31 വരെ ടൈമുണ്ട്, അടുത്ത മാസം ജൂലൈ മാസം. അപ്പം നെക്സ്റ്റ് എക്സ്പയറി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്യൂച്ചേഴ്സ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, നമ്മൾ ഒരു 4 ഫ്യൂച്ചേഴ്സും 2 ഓപ്ഷൻസുമാണ് ഇവിടെ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത ഒരു രീതിയിലാണ് നമുക്കിത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ മാസം ഇതുവരെ സസ്റ്റെയിൻ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 20 ലാഖോളം നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ മാസം ജൂണിൽ. ഇതിൽ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് 46,760 ഇന്നലെ നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തു. അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതായിരുന്നു. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും നടന്നിട്ടില്ല. നമ്മൾ അതെല്ലാം ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തത് മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഈ ഒരു ഹൈ 13,000 നാളെ നമ്മളുടെ ഹീറോ ആകാൻ ചാൻസ് ഉള്ളത് മിഡ് ക്യാപ്പ് ആണ്. 13,200 മുകളിൽ 13,233 മുകളിൽ വരികയാണെങ്കിൽ 13,366 സുഖമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യുമെന്ന് വിശ്വസിക്കാം. ഞാൻ നാളെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മിഡ് ക്യാപ്പിലായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ സെൻസെക്സിലേക്ക് പോവുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നിഫ്റ്റി പോലെ തന്നെയാണ്. 83,000 മുകളിൽ വരികയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി
നമ്മളുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്. നമ്മൾ നൈസായിട്ട് സൂപ്പർബായിട്ട് ചെറുതായിട്ട് ഒന്ന് ഇൻഡെക്സുകൾ, അതായത് ക്രിപ്റ്റോകളിൽ നമ്മളൊന്ന് ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ക്രിപ്റ്റോസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ നമ്മളൊരു $44 പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1800 to 2000 റുപ്പീസ് അത്രേ ഉള്ളൂ കേട്ടോ. കറൻലി ഇന്ന് രാവിലെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല $200 ഗ്രാബ് ചെയ്യാൻ പറ്റി. ഇന്നലെ നമുക്കൊരു $200 ഗ്രാബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. ഓക്കെ, സോ ഈ കാണുന്ന ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ കാണാൻ സാധിക്കും ഈ ഒരു റേഞ്ചിൽ. ആ ചാർട്ട് പാറ്റേണിൻ്റെ പേരെന്താണ്? ഇവിടെ കാണുന്ന ചാർട്ട് പാറ്റേൺ, ഈ റേഞ്ചിൽ കാണുന്ന ഒരു ചാർട്ട് പാറ്റേൺ ഉണ്ട്. ആ ചാർട്ട് പാറ്റേണിൻ്റെ പേരെന്താണ്? ആ ചാർട്ട് പാറ്റേണിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ശരിയായ ഉത്തരം താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ശരിയായ ഉത്തരം നൽകുന്ന ഒരാൾക്ക് 500 രൂപ ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ ശരിയായ ഉത്തരം നൽകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്താ ചെയ്യേണ്ടത്? നേരെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോക്സിനെ പറ്റി അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിന്റെ പേരും താഴെ കമന്റ് മെൻഷൻ ചെയ്യുക. നമ്മളുടെ ടീം കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് പല ഡിഫറെൻറ്റ്, നേരത്തെ നിങ്ങൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജോയിൻ ചെയ്യേണ്ട, ഈ സെയിം വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഫസ്റ്റ് ജോയിൻ ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം താഴെ കമന്റിൽ ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. നമ്മളിപ്പോൾ കറന്റ് എടുത്ത് വെച്ചിട്ടുള്ളത് BTCയിലും എഥീരിയത്തിലുമാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ നമ്മളുടെ തന്നെ ഡെൽറ്റ എക്സ്ചേഞ്ച്, അതായത് ക്രിപ്റ്റോയിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ, എങ്ങനെയാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് വീഡിയോ ഓപ്പൺ ആക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ. അതിനോടൊപ്പം തന്നെ ഡെൽറ്റ എക്സ്ചേഞ്ച്, നമ്മളുടെ തന്നെ ഡെൽറ്റ എക്സ്ചേഞ്ച് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. കുറേ അധികം ഗ്രൂപ്പ്സ് ആൻഡ് ഓൾസോ കുറേ അധികം സെഷൻസ്, ക്രിപ്റ്റോ സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ എടുക്കുന്ന ട്രേഡ്സുകളൊക്കെ നിങ്ങൾക്ക് ഇനിയും കിട്ടാനായിട്ട് പോകുന്നതായിരിക്കും ഇതിലെല്ലാം. അപ്പോൾ നമ്മൾ BTC ഇവിടെ നോക്കിയാൽ BTC നമുക്ക് കുഴപ്പമില്ലാത്ത BTC, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് BTCയിലാണ് കഴിഞ്ഞ ദിവസം നല്ല പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് കുഴപ്പമില്ല BTCയിൽ. ഇത് കണ്ടോ, ഈ ഒരു സെർട്ടൈൻ റേഞ്ചിൽ നിന്ന് അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു 1,07,700 മുതൽ 1,08,700 വരെ, സോറി 1,08,700 വരെ നമുക്ക് BTC റീസെൻ്റ് ആയിട്ട് പോകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഇയർ ഓൾമോസ്റ്റ് $50 $50 നമുക്ക് ട്രേഡബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന ലീഗലാണോ ഇല്ലീഗലാണോ ചോദിച്ചാൽ ഇത് ലീഗലാണ്. ലീഗലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഡെൽറ്റ എക്സ്ചേഞ്ച് ത്രൂ. ചില ബ്രോക്കേഴ്സ് ഉണ്ട് അതിന് വേണ്ടിയൊന്നും പറ്റത്തില്ല, റൈറ്റ്? അപ്പം ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ച് ത്രൂ തന്നെ നിങ്ങൾ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് ഒക്കെ നിങ്ങൾക്ക് നമ്മളുടെ ലിങ്ക് വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് സൂൺ അത് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മളുടെ പോർട്ട്ഫോളിയോയിലല്ല പൊസിഷനിൽ കിടക്കുന്ന കുറച്ച് സ്റ്റോക്സിൽ വിപ്രോ നോക്കുമ്പോഴത്തേക്ക് 1 അവർ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രീവിയസ് ഹൈ സൂപ്പർബായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് കൺസോൾഡേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു നെഗറ്റീവ് ഫ്യൂച്ചേഴ്സ് ആണ് 2 ലോട്ട് ഉണ്ട്, 6000 ക്വാണ്ടിറ്റിയോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ 6000 ക്വാണ്ടിറ്റി ഉണ്ടായിട്ട് 1500 രൂപ നമുക്ക് അവിടെ ഡൗൺ ആയിട്ട് കിടപ്പുള്ളൂ. നോ പ്രോബ്ലം. അടുത്തത് നമുക്കുള്ളത് ടാറ്റ let me check was that JSW Steel, sorry JSW Steel നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു JSW Steel നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ എം ഗുഡ്. JSW Steelലും എനിക്ക് കുഴപ്പമില്ല. ജിയോഫിൻ ഞാനൊരു ഇയർലി എൻട്രി ആയിരുന്നു ട്രൈ ഔട്ട് ചെയ്തത്. അപ്പോൾ അത് നേരെ ബ്രേക്ക് ഔട്ട് ചെയ്തില്ല, നേരെ ചതിച്ചു. ക്ലോസ് ആകുന്നതിന് മുമ്പ് ഞാൻ ഇയർലി എൻട്രി നോക്കിയതാണ്. അപ്പോൾ അത് നേരെ തിരിച്ച് അകത്തേക്ക് വന്നിട്ട് ഈ ഒരു റേഞ്ചിൽ സസ്റ്റെയിൻ ചെയ്ത് കറൻലി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നാളെ നിങ്ങൾ നോക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളുണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് ഇന്ന് വൈകുന്നേരം 10 മണിക്കുള്ളിൽ ആൻഡ് ഓൾസോ നാളെ രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മൾ അനലൈസ് ചെയ്ത് വെക്കുന്ന സ്റ്റോക്സിന്റെ ഇത് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ബി ദെയർ, ഡോണ്ട് മിസ് ഇറ്റ്. വാട്സപ്പ് കമ്മ്യൂണിറ്റി ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സിയർ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു സേർട്ടൈൻ റേഞ്ചിൽ ഇപ്പൊ എല്ലാവരും ക്രൂഡ് ഓയിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കേട്ടൻ തന്നപ്പോൾ എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കി. ശരി തന്നെയാണ്. ഞാൻ സീരിയസ്ലി ഞാൻ ഈ ഒരു നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ, ലാസ്റ്റ് എല്ലാ ദിവസവും ഞാൻ എൻ്റെ P&L ലൈവിലും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പ്രീ ആൻഡ് പോസ്റ്റിലും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ക്രൂഡ് ഓയിൽ മുതലായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ മൊമെന്റം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത എന്തെങ്കിലും ഒരു ഇവന്റ് ബേസിലായിരിക്കാം എന്തെങ്കിലും തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ തന്നെ കാണുന്നത്. ബട്ട് ടു സമ്പാട്ട് ഇനി അത് കുറച്ച് നാൾ ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നാച്ചുറൽ ഗ്യാസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ
നാച്ചുറൽ ഗ്യാസിന്റെ ഫ്യൂച്ചേഴ്സ് നോക്കുക. നാച്ചുറൽ ഗ്യാസും ഒരു ഹ്യൂജ് ഫോൾ, ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ തന്നിട്ടാണ് ഇത് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഗ്രാബ് ചെയ്തിട്ടുള്ളവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് എന്തായാലും സാധിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് MCX ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന കാര്യമാണ് ഞാനിത് പറയുന്നത്. MCX ചെയ്യുകയാണെങ്കിൽ സൈഡ് വേസ് ആണ് പോകുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് Forex ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് താഴെ ഇടും. നിങ്ങൾക്ക് Forex-ഓ ക്രിപ്റ്റോയോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് കമന്റ് താഴെ ഇടും. Forex-ഓ ഇല്ലെങ്കിൽ ക്രിപ്റ്റോ എന്ന് ജസ്റ്റ് അത് മാത്രം കമന്റ് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. See you there. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ലൈവിൽ കാണാം. ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം.